സെന്റ് സ്ഥലത്തിനകത്ത് 1300 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് ഏറ്റുമാനൂർ കാണക്കാരിക്ക് സമീപം. ചോദിക്കുന്ന വില 62 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഇന്നത്തെ വില നിലവാരം വെച്ചൊക്കെ ഇതുപോലെ നല്ലൊരു വീട് 62 ലക്ഷം രൂപ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കുറഞ്ഞ വിലയായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത് ഇന്നത്തെ വില നിലവാരം കൊണ്ടാണ്. ഇപ്പൊ GST ഒക്കെ സിമെന്റിന്റെ GST കുറച്ചു, അതുകൊണ്ട് സിമെന്റിനൊക്കെ 100-150 രൂപ കുറഞ്ഞല്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ കുറഞ്ഞത് ഒരു 50 രൂപ മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളുടെയും പണിക്കൂലിയാണെങ്കിലും മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിലും കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലെ നല്ലൊരു വീട് 62 ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ. ഏറ്റുമാനൂർ കാണക്കാരിക്ക് സമീപം ഹൈവേയിൽ നിന്നൊരു 400 മീറ്റർ ദൂരം മാത്രം. കിണർ വെള്ളമുണ്ട്, വെള്ളം കയറാത്ത മേഖലയാണ് കാണക്കാരി. അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോയാലോ. ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ ഏറ്റുമാനൂർ കാണക്കാരിക്ക് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക. ഏറ്റുമാനൂർ കാണക്കാരിക്ക് സമീപം 7 സെന്റ് സ്ഥലത്തിനകത്ത് 1300 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 62 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന അതിമനോഹരവും ഗംഭീരവുമായ നല്ല വൃത്തിക്ക് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഞാൻ പറഞ്ഞു, ചോദിക്കുന്ന വില 62 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിളാണ്. ഹൈവേയിൽ നിന്നും വെറും 500 മീറ്ററിൽ താഴെ ദൂരം മാത്രം. അത്രയും ദൂരത്തിൽ നല്ല വീതിയുള്ള റോഡ് തന്നെ ഏകദേശം 400 മീറ്ററോളം ദൂരം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്ത് റോഡ് തന്നെ ഒരു 100 മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് തന്നെ വന്നാൽ മതി. കാണക്കാരി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി അല്ല. മുനിസിപ്പൽ ടാക്സുകളൊക്കെ കുറഞ്ഞു കിട്ടും. ടാക്സ് പഞ്ചായത്തിൻ്റെ ടാക്സുകളായിരിക്കും ഉണ്ടാവുക. നല്ല കിണർ വെള്ളം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ജനൽപ്പാളികൾ, തേക്ക് കൊണ്ടുള്ള ഫ്രണ്ട് ഡോറൊക്കെ നമ്മൾ കണ്ട് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു സ്വീകരണമുറിയിൽ നിന്നും ആരംഭിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സ്വീകരണമുറി. അവിടുന്ന് നമ്മുടെ നല്ല വലിപ്പമുണ്ട്, നല്ല ഇൻറ്റീരിയർ വർക്കുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡൈനിങ് ഹാളിന് സമീപത്തായിട്ട് വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ഹാളിന് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ. ഒരു ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു വീട് എന്നെനിക്ക് തോന്നി. കാരണം നടന്നു പോയി ബസ്സിൽ കയറി ജോലിക്ക് പോകാം. ഒപ്പം നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള വീട്, ഒത്തിരി 3000-4000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള രീതിയിൽ പണി കഴിപ്പിച്ച് അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ക്ലീനിങ്ങിനൊന്നും പണിക്കുന്ന ആളെ അധികം കിട്ടാനില്ല. അപ്പോൾ സ്വന്തമായിട്ട് കുക്കിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും അവർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഒരു ജോലിക്കാരെ സംബന്ധിച്ച് ഇതുപോലെയുള്ള നല്ലൊരു വീടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പണി, ഒരു കയറി കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീട്. അതുപോലെ തന്നെ നല്ലൊരു ലൊക്കേഷൻ, നല്ല വീടുകളൊക്കെ തന്നെ ഉണ്ട്. നിലവിൽ താമസമുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല. വെള്ളം കയറാത്തതും എന്നാൽ കിണർ വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുന്നതുമായൊരു ലൊക്കേഷൻ. വളരെ ശാന്തതയോടുകൂടി ജീവിക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൗൺഷിപ്പിൻ്റെ സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു അടിപൊളി വീട്, അടിപൊളി ലൊക്കേഷൻ, ഒന്നും പറയാനില്ല. ഒരു ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷനാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു, അതും അറ്റാച്ച്ഡ് ആണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണ് സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്താണ് ടോയ്ലറ്റ് വന്നിരിക്കുക. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഈ ബിൽഡറുടെ തന്നെ പല വീടുകളും നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് മീനച്ചിൽ ഹോംസ്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു വീടാണ്, നല്ലൊരു ബിൽഡറാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വീട് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഭംഗിയുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തവരുടെയൊക്കെ ഒരു കസ്റ്റമർ റിവ്യൂ നമ്മളെ വിളിച്ച് വഴിയിൽ വെച്ച് കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയുന്ന കൊള്ളാം കേട്ടോ, നിങ്ങൾ എടുത്തു തന്ന വീട് എന്ത് പറഞ്ഞാലും നല്ലൊരു വീടാണ് എന്നൊരു കസ്റ്റമർ റിവ്യൂ നമ്മളോട് പറയുമ്പോഴാണ് മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു അഭിപ്രായമുള്ള ഒരു ബിൽഡറാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യും. അവിടെ നമ്മൾ കിച്ചൺ കണ്ടു. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയ കണ്ടുകൊണ്ടിരിക്കുന്നു.
പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ ഒരു നല്ലൊരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ടുള്ള ദൂരം പറഞ്ഞു. കാണക്കാരി, അതുപോലെ ഏറ്റുമാനൂർ കാണക്കാരി, അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. പലചരക്ക്, പച്ചക്കറി, സൂപ്പർ മാർക്കറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റുമാനൂർ ടൗണിലേക്ക് ഇവിടുന്ന് പോകുവാനായിട്ടൊരു 2.5 കിലോമീറ്റർ ദൂരമായിരിക്കുമുള്ളത്. അപ്പോൾ നല്ലൊരു വീട്, നല്ലൊരു ലൊക്കേഷൻ, ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.